അവളൊന്നും മനസ്സിലാവാതെ പോലെ ഡേവിഡിൻ്റെ മുഖത്തേക്ക് നോക്കി. സന്തോഷമാണോ, സംശയമാണോ, അമ്പരപ്പാണോ? എന്താണ് അവളിൽ ഉണ്ടായതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തിനാണിപ്പോൾ ഇച്ചായൻ തന്നെ ചുംബിച്ചത് എന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ആ ചുംബനം നൽകിയ സന്തോഷം ഒരു വശത്ത്, മറിച്ച് അവൻ എന്തിനാണ് അത് നൽകിയതെന്ന് അറിയാത്ത അമ്പരപ്പ് മറ്റൊരു വശത്ത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയിരുന്നു ആ നിമിഷം അവൾ. ചിലപ്പോൾ താൻ ആരുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരാശ്വാസവാക്ക് പോലെ ഇച്ചായൻ ചുംബിച്ചതായിരിക്കാം. അല്ലെങ്കിൽ അവൾക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ സംശയം പോലെ. ഇച്ചായന് തനിക്ക് ഇച്ചായനോടുള്ളതുപോലെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം പെട്ടെന്ന് മനസ്സിലുണർന്നു. ഒരിക്കലും ഇച്ചായൻ അങ്ങനെ തോന്നില്ല. താൻ അങ്ങനെ പറഞ്ഞതിൽ വല്ലതും പറഞ്ഞാൽ തന്നെ വഴക്ക് പറയാനേ സാധ്യതയുള്ളൂ. അതൊന്നുമല്ല. ഇപ്പോൾ താൻ ആരുമില്ലെന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ ചുംബിക്കപ്പെടുവാനുള്ള കാരണം. ആ വിഷമം മാറ്റാൻ വേണ്ടി ഇച്ചായൻ ചെയ്തതാണ്. പണ്ട് കുട്ടിക്കാലത്ത് അവൻ ഇതേപോലെ വിഷമം മാറ്റുവാൻ വേണ്ടി തൻ്റെ കവിളിൽ ചുംബിക്കുന്നത് അവൾ ഓർമ്മിച്ചു. അതേപോലെ തന്നെയുള്ള ഒരു ചുംബനമാണ് ഇതുമെന്ന് അവൾക്ക് ആദ്യം തോന്നിയത്. അല്ലാതെ മറ്റൊന്നും ആവാൻ തരമില്ല. അതിനുള്ള സാധ്യതകളൊന്നും അവൾ ആ നിമിഷം കണ്ടിരുന്നില്ലെന്ന് പറയുന്നതാണ് സത്യം. കണ്ണൊക്കെ തുടച്ചൊന്ന് മിടുക്കിയായേ. വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അത് പറയുകയും കൂടി ചെയ്തതോടെ അവളുടെ സംശയം ഏതാണ്ട് പൂർണ്ണമായി. അതെ, ഇച്ചായൻ തന്നെ ചുംബിക്കാനുള്ള കാരണം അതാണ് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവനാവട്ടെ ഇതൊക്കെ ഈ പെണ്ണിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയാത്ത ഒരവസ്ഥയിലും. ഇതിൽ കൂടുതലൊക്കെ താൻ എങ്ങനെയാണ് തൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്? എന്തിനാണ് ഇപ്പോൾ എന്നെ ഉമ്മ വെച്ചത് എന്ന് എങ്കിലും ഇവൾക്ക് തന്നോട് ചോദിച്ചുകൂടെ എന്നായി ആ നിമിഷം ഡേവിഡിൻ്റെ ചിന്ത. അങ്ങനെ വല്ലതും ചോദിക്കുകയാണെങ്കിൽ തൻ്റെ ഇഷ്ടം തുറന്നു പറയാമെന്നായിരുന്നു അവൻ വിചാരിച്ചത്. ദൈവമേ, ഇതിന് ബുദ്ധിയില്ലാത്തതാണോ അതോ അതേപോലെ അഭിനയിക്കുന്നതാണോ? അവന് വല്ലാത്തൊരു സംശയം തന്നെ മനസ്സിലാ നിമിഷം തോന്നിപ്പോയിരുന്നു. ഇനി എന്തു പറഞ്ഞാണ് തൻ്റെ ഇഷ്ടം ഇവളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്? ഒരാൾക്ക് ഇങ്ങനെ ഇത് മനസ്സിലാവാതെ വരുമോ? ഒരു പുരുഷൻ ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ ഇവൾക്ക് തന്നെ ഒന്ന് ഊഹിച്ചുകൂടെ? ഇതിനു മുൻപ് ഒരിക്കൽ പോലും ഇത്രയും മുതിർന്ന കഴിഞ്ഞ് താൻ അവളെ ചുംബിച്ചിട്ടില്ല. ഇത്രയും അടുത്ത് ഇടപഴകിയിട്ടില്ലല്ലോ. അവൾക്ക് അതുമാത്രം ഒന്ന് ആലോചിച്ചാൽ പോരെ? എന്തിനാണ് ഇച്ചായൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തന്നോടൊന്ന് ചോദിച്ചാൽ പോരെ? അപ്പോൾ താൻ തൻ്റെ ഉള്ളു തുറന്ന് കാണിക്കില്ലേ അവൾക്ക് മുൻപിൽ? എനിക്ക് നിന്നെ അത്രയ്ക്കിഷ്ടമാണ് കൊച്ചേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ആ നിമിഷം തന്നെ അവളോട് പറയില്ലേ? ഇവൾ എന്താവോ ഇങ്ങനെ? എൻ്റെ കർത്താവേ, ഇവളെ കെട്ടിയാൽ ഞാൻ കുറേ വിയർക്കും. അവൻ ആ നിമിഷം മനസ്സിൽ ചിന്തിച്ചതും അതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് വല്ലാത്തൊരിഷ്ടമാണ് അപ്പോഴും തോന്നിയത്. അവളുടെ ഈ നിഷ്കളങ്കമായ രീതികളോട് പോലും അവൻ ഇഷ്ടം തോന്നി. ഒരു പൊട്ടിപ്പെണ്ണ്, ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഡേവിഡിന് അവളെ അത്രമേൽ ഇഷ്ടവും. നിന്റെ കരച്ചിലും പിടിച്ചിലും ഒക്കെ കഴിഞ്ഞെങ്കിൽ പോകാം. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കള്ള ഗൗരവം നടിച്ചാണ് അവൻ്റെ ചോദ്യം. അവൾ തലയാട്ടി. അപ്പോഴും എന്തിനാണ് തന്നെ ചുംബിച്ചതെന്ന് ചോദിക്കാൻ അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ അതവന് ഫീൽ ചെയ്താലോ എന്ന് മറ്റൊരു വിഷമം. താൻ അവനെ തെറ്റിദ്ധരിച്ചു എന്ന് അവൻ ചിന്തിച്ചാലോ? അവൾക്കതും വിഷമമാണ്. അതുകൊണ്ട് അത് ചോദിച്ചില്ല. ഒന്ന് ചോദിക്കടി എന്ന് അവൻ്റെ ഹൃദയം അവളോട് പറയുന്നുണ്ട്. അവളത് അറിയുന്നുമില്ല. അല്ലെങ്കിലും പ്രണയം ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്. വല്ലാതെ നമ്മെ വട്ടുപിടിപ്പിച്ചും വിരഹം സമ്മാനിച്ചും ചില നേരങ്ങളിൽ ഇതേപോലെ വിഡ്ഢികളാക്കിയും നമ്മളെ ഭ്രാന്താക്കി കളയും. ആ ഭ്രാന്ത് തന്നെയാണ് ഓരോ പ്രണയത്തെയും ഇത്രമേൽ മനോഹരമാക്കുന്നതും. ജീവിതത്തിൽ അത്രമേൽ നമ്മെ സ്വാധീനിക്കുന്ന മറ്റൊന്നുമില്ല. ഒരേ സമയം നമ്മളെ ഏറ്റവും വലിയ വിഡ്ഢിയാക്കാനും അതേസമയം ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായി തോന്നിപ്പിക്കാനും ആ ഭ്രാന്തിനല്ലാതെ മറ്റെന്തിനാണ് സാധിക്കുക? വേദനയാണെന്നറിഞ്ഞിട്ടും ചില നേരങ്ങളിൽ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ആ ഭ്രാന്ത്. കാരണം അതിൽ മാത്രമാണ് അനുഭവിക്കുന്ന ഓരോ തരി വിരഹത്തിനും ഇത്രയേറെ മധുരമുള്ളത്. കാരണമില്ലാതെ ചിരിക്കാനും വെറുതെ ഇരുന്ന് കരയാനും ഒരാൾക്ക് മുന്നിൽ സ്വന്തം നിയന്ത്രണം മുഴുവൻ നഷ്ടപ്പെടാനും തയ്യാറാകുന്ന നിമിഷമുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു സുഖം വേറെന്തിനാണുള്ളത്? നിനക്ക് ഐസ്ക്രീമോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും വേണോ? അങ്ങോട്ട് പോകുന്ന വഴിയിൽ അവളോട് ചോദിക്കുന്നുണ്ട് അവൻ.
അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണിയാണ്. ഇടയ്ക്ക് അവനത് വാങ്ങിക്കൊണ്ട് കൊടുക്കാറുണ്ട്. ഡേവിഡിനാവട്ടെ ബിരിയാണിയോടൊന്നും വലിയ താല്പര്യമില്ല. അവൻ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ അവന് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം റോസ്മി ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. അവൻ്റെ പാകത്തിനുള്ള രുചിയിലും തരത്തിലും ഉണ്ടാക്കി കൊടുക്കാൻ അവൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതവന് വലിയ ഇഷ്ടവുമാണ്. അവൾക്കെന്നാൽ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നതും കറങ്ങി നടക്കുന്നതും ഒക്കെ വലിയ ഇഷ്ടമാണ്. പൊതുവെ അങ്ങനെയൊന്നും അവൾക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു താല്പര്യമാണ്. ഇന്ന് നടന്നത് നടന്നു. ഇനി ഞാനൊരു കാര്യം പറയാം. ആവശ്യമില്ലാതെ ഏതവന്മാരെങ്കിലും ആവശ്യമില്ലാത്ത വർത്തമാനം പറയാൻ വന്നാൽ മുഖമടച്ചൊരെണ്ണം കൊടുത്തേക്കണം. അത് കഴിഞ്ഞുള്ളത് ഇച്ഛായെ നോക്കിക്കോളാം. ഇനിയും ഇങ്ങനെ കരഞ്ഞു കാറിയാണ് നിന്നെ കാണുന്നതെങ്കിൽ ആദ്യത്തെ അടി നിനക്ക് തരുന്നത് ഞാനായിരിക്കും. എനിക്കിഷ്ടമല്ല ഇങ്ങനെയുള്ള പെൺപിള്ളേരെ. ഒന്ന് പറഞ്ഞാൽ 9 പറയാനുള്ള കഴിവ് വേണം പെൺപിള്ളേർക്ക്. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞ നിമിഷം അവൾ സമ്മതപൂർവ്വം തലയാട്ടുന്നുണ്ടായിരുന്നു. ചുമ്മാ തലയാട്ടി സമ്മതിച്ചാൽ പോരാ, ഞാൻ പറഞ്ഞത് കാര്യമായിട്ട് തന്നെ എടുത്തോണം. കൊച്ചു പിള്ളേരെ ഉപദേശിക്കുന്നത് പോലെ അങ്ങോട്ട് പോകുന്ന വഴിയിലുടനീളം അവളെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുകയായിരുന്നു ഡേവിഡ്. ഡേവിഡിൻ്റെ പെണ്ണിന് കുറച്ച് തൻ്റെ ഇടമില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം. അതായിരുന്നു അവൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്. ഇനിയൊന്ന് ചിരിച്ചേ. ഗൗരവത്തോടെയാണത് അവൻ പറയുന്നത് എങ്കിലും അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി കാണാൻ അത്രത്തോളം കൊതിക്കുന്നുണ്ടെന്ന് ആ വർത്തമാനത്തിൽ നിന്ന് തന്നെ അറിയാം. അവളൊന്ന് ഒരു ചിരി ചിരിച്ചെങ്കിലും അതങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ഡേവിഡിന്. പോരാ, വോൾട്ടേജ് പോരാ. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് താടിയൊന്ന് ഒഴിഞ്ഞ് അവൻ പറയുന്നുണ്ട്. അത് ശരിയായിക്കോളും ഇച്ചായ, അവൾ പറഞ്ഞു. അങ്ങനെ എപ്പോഴെങ്കിലും ശരിയായാൽ പോരാ, നല്ല അടിപൊളി ചിരിയെ തന്നെ എനിക്ക് കാണണം. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറയുന്നുണ്ട്. അവൻ്റെ വർത്തമാനം കേൾക്കെ സഹിക്കവയ്യാതെ അവൾ ഭംഗിയായി ഒന്ന് ചിരിച്ചു. അത് കണ്ടതും തെളിഞ്ഞിട്ടുണ്ട് അവിടെ ഒരുത്തൻ്റെ മുഖം, പൂനിലാവ് പോലെ. ഇങ്ങനെ ചിരിച്ചാൽ എൻ്റെ കൊച്ചിനൊരു ഭംഗിയുള്ളൂ. ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ മുഖത്തും ചോര തൊട്ടെടുക്കാൻ വിധമായിട്ടുണ്ട്. എപ്പോഴാണെങ്കിലും അവൻ എൻ്റെ എന്ന വാക്ക് ചേർത്ത് പറയുന്നതെല്ലാം അവൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അവനോട് ചേർത്ത് അവളെക്കുറിച്ച് പറയുന്നതിലും വലിയ സന്തോഷം റോസ്മിയുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. അവൻ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവൾക്ക് സ്വർഗമാണ്. അതുതന്നെയാണ് അവളുടെ സമാധാനവും സന്തോഷവും ഒക്കെ. തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ജോണിൻ്റെ വണ്ടി കിടപ്പുണ്ട്. ഒപ്പം തന്നെ ഡെറിക്കിൻ്റെ കാറും വന്ന് കിടപ്പുണ്ട്. ഡെറിക്ക് സാധാരണയായി വരുന്ന സമയമായിട്ടുണ്ട്. പക്ഷേ ജോണി സമയത്ത് വരുന്ന പതിവില്ല. എന്തു പറ്റിയെന്ന് ആലോചിച്ചു കൊണ്ടാണ് ഡേവിഡും റോസ്മിയും വണ്ടിയിൽ നിന്നും ഇറങ്ങിച്ചെന്നത്. അവിടേക്ക് ചെന്നതും അകത്തൊരു വിചാരണയ്ക്ക് എന്നതുപോലെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. ജോണിൻ്റെ മുഖവും നന്നായി വീർത്തിട്ടുണ്ട്. എന്ത് സംഭവിച്ചു എന്നതുപോലെ ഡേവിഡും എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ട്. ഡെറിക്കിൻ്റെ മുഖത്തിനുമുണ്ട് ഒരു കനം. ശ്രേയയുടെ മുഖത്ത് ദേഷ്യവും സോനയുടെ മുഖത്ത് പുച്ഛവും സാധാരണ പോലെ തന്നെയുണ്ട്. അമ്മച്ചിയുടെ മുഖത്ത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആകപ്പാടെ കരഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. എന്നതാ ഇവിടെ ഒരു കുടുംബയോഗം? ചിരിയോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഡേവിഡ് ചോദിക്കുന്നുണ്ട്. നീ ഇവളെയും കൊണ്ട് എവിടെ പോയതാടാ? ദേഷ്യത്തോടെ എഴുന്നേറ്റ് കൊണ്ട് ജോൺ ചോദിച്ചു. അങ്ങനെ അത്രയും കരത്തിലൊന്നും ഒരു ചോദ്യം ജോണിന് പതിവില്ലാത്തതാണ്. സാധാരണ എന്ത് സംസാരിച്ചാലും എടാ ഉവ്വെന്ന് വിളിച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ് ജോൺ. ഇന്ന് എത്രയും ഗാംഭീര്യം നിറഞ്ഞ സ്വരത്തിൽ അയാൾ ചോദിക്കണമെങ്കിൽ അതിൽ എന്തൊക്കെയോ കാര്യമുണ്ട് എന്ന് തോന്നി ഡേവിഡിന്. എല്ലാം അപ്പച്ചൻ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നിയത് കൊണ്ട് ഒന്നും മറച്ചു വെക്കാൻ അവന് തോന്നിയില്ല. ആലമൂട്ടിലെ അലക്സിന് നമ്മുടെ റോസ്മി കൊച്ചിനെ കണ്ടപ്പോൾ ഒരു ചൊറിച്ചിൽ. എന്നെയും ഈ കൊച്ചിനെയും ചേർത്ത് അനാവശ്യ വർത്തമാനങ്ങൾ. അവനെ ഞാൻ കാണേണ്ട പോലെ കാണാൻ വേണ്ടി പോയതാ. പിന്നെ ആ സീൻ ഇവൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ ഇവളെയും കൂടി കൊണ്ടുപോയത്. അവൻ അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അയാൾ ഇരുന്ന സെറ്റിയിൽ നിന്നും ഗൗരവത്തോടെ എഴുന്നേറ്റു. അതിനുശേഷം എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഡേവിഡിൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. ഒരു നിമിഷം എല്ലാവരും അമ്പരന്ന് പോയിരുന്നു. എൽസയും ഡെറിക്കും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. റോസ്മി ആണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാത്തതുപോലെ. കണക്കിന് കൊടുക്കാൻ നീ ആരാടാ? വാടക ഗുണ്ടയോ? കൊണ്ടും കൊടുത്തും ഈ പാവം പിടിച്ച കൊച്ചിൻ്റെ കല്യാണം മുടക്കിയപ്പോൾ നിനക്ക് സമാധാനമായോ? ദേഷ്യത്തോടെ ഡേവിഡിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജോൺ ചോദിച്ചപ്പോൾ ആദ്യം കാര്യം മനസ്സിലായില്ലെങ്കിലും രണ്ടാമത് ജോൺ പറഞ്ഞ വാക്കിൽ നിന്നും താനും അലക്സും തമ്മിലുള്ള പ്രശ്നം റോസ്മിയുടെ വിവാഹത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് ഡേവിഡിന് മനസ്സിലായിരുന്നു. അവൻ റോസ്മിയുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. അവൾ കരഞ്ഞു തുടങ്ങി. അവൻ അവളെ ഒന്ന് നോക്കി ചിരിച്ച് കണ്ണ് ചിമ്മി. അവളാകെ പേടിച്ചു നിൽക്കുന്ന മട്ടാണ്. അതേസമയം ഡേവിഡിൻ്റെ ഉള്ളിൽ ആശ്വാസമാണ്.
ഒരടി കിട്ടിയാലും ഇതിങ്ങനെ അങ്ങ് പോയെങ്കിൽ നന്നായി എന്നാണ് അവൻ്റെ മനസ്സ്. അവൻ അവളോട് വഴിയിൽ വെച്ച് ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് നീ അവൻ്റെ വീട്ടിൽ ചെന്ന് അവനെ ഇഞ്ച പരുവമാക്കിയെന്ന് ഇവളെ കെട്ടാൻ പോകുന്നവൻ്റെ വീട്ടുകാരറിഞ്ഞു. ഇവൾക്ക് നീ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് കാര്യമെന്നാണ് അവർ ചോദിക്കുന്നത്. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ കുരിശിങ്കലെ ഡേവിഡ് വച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തിയെ അവന് വേണ്ടെന്ന്. ജോൺ പറഞ്ഞതും റോസ്മിയുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടുത്തു ചാടുന്ന സ്വഭാവം അവസാനിപ്പിക്കണമെന്ന്. ആരെങ്കിലും ഇവളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെയാണോടാ പ്രതികരിക്കേണ്ടത്? നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ആൻ്റണിയോടോ അലക്സിനോടോ പറഞ്ഞ് ഞാനത് നല്ല രീതിയിൽ പരിഹരിച്ചേനെ. ഇതിപ്പോൾ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഈ പെൺകൊച്ചിൻ്റെ പേര് ചീത്തയാക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു ഉലച്ചുകൊണ്ട് ദേഷ്യത്തോടെ ജോൺ ചോദിച്ചു. ഒരു കല്യാണം മുടങ്ങിയതിനാണോ അപ്പച്ചൻ കിടന്ന് ഇത്രയും പ്രസംഗിക്കുന്നത്? ആ കല്യാണം നടന്നാൽ ഇവളുടെ ജീവിതം എന്തായേനെ? വല്ലവനും പറയുന്നത് കേട്ട് ഇപ്പോൾ തന്നെ ഇവളെ വിശ്വാസമില്ലാത്ത ഒരുത്തൻ്റെ കൂടെ പറഞ്ഞു വിട്ടാൽ എന്തവസ്ഥയായേനെ? അത് പോയാൽ പോട്ടെ. അത് മാത്രമല്ല, ഞാൻ കാരണം അവൾക്ക് എന്തെങ്കിലും നാണക്കേടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ എനിക്കറിയാം. അവൻ മറ്റെവിടെയോ നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ശ്രേയയുടെ ചങ്കിൽ ഒരു കൊള്ളിയാൻ മിന്നി. അവന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി. എങ്ങനെ മാറ്റും നീ? അവൾക്ക് വന്ന നാണക്കേട് ഇനി എങ്ങനെ മാറ്റാൻ പറ്റും? ഇതുപോലെ ഒരു നല്ല ആലോചന അവൾക്കിനി വേറെ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ സ്നേഹവും കരുതലും അവൾക്കൊരു ബാധ്യതയായി മാറാൻ പാടില്ല. ഇപ്പം തന്നെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിവെക്കുന്ന തരത്തിലാണ് നിന്റെ ഓരോ പ്രവർത്തികൾ. കാള പെറ്റുവെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാൻ നിൽക്കുന്ന നിന്റെ സ്വഭാവം ആദ്യം ഒന്ന് നിർത്ത്. അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജോൺ പറഞ്ഞു. ഇനി ഞാൻ നിന്നെപ്പറ്റി ഇങ്ങനെ വല്ലതും കേട്ടാൽ ബാക്കി ഞാൻ അപ്പോൾ പറയാം. ദേഷ്യത്തോടെ അതും പറഞ്ഞ് പോകാൻ തുടങ്ങിയ ജോണിനെ അവൻ വിളിച്ചു. അപ്പച്ച, എനിക്കൊരു കാര്യം പറയാനുണ്ട്. രണ്ടും കൽപ്പിച്ച് ഡേവിഡ് പറയാൻ തുടങ്ങിയതും റോസ്മി അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. ഇതുപോലെ ശ്രേയയും അവളുടെ ഹൃദയം ഇപ്പോൾ പൊട്ടും എന്നതുപോലെ ആയിട്ടുണ്ട്. എന്ത് കാര്യമാണ് അവളെക്കുറിച്ച് ഡേവിഡിന് പറയാനുള്ളത് എന്നായിരുന്നു ശ്രേയയുടെ ചിന്ത. നീ ഇനി ഒരു കോപ്പും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. വാ ഇങ്ങോട്ട്. എനിക്ക് പറയാനുള്ളത് നീ ആദ്യം കേൾക്ക്, അത് കഴിഞ്ഞ് നിനക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കാം. അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോയിരുന്നു ആ നിമിഷം ജോണ്. കുറച്ച് സമയം കഴിഞ്ഞതും അയാളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദവും കേട്ടു. ഡ്രൈവർ സീറ്റിൽ ഡേവിഡ് ഇരിക്കുന്നതും കൂടി കണ്ടതോടെ അയാൾ എവിടെയോ പോവുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. നിനക്ക് സമാധാനമായല്ലോ? ഓരോന്ന് പറഞ്ഞ് എരിവ് കയറ്റി അവനെ കൊണ്ടില്ലാത്ത പ്രശ്നമാക്കി ഉണ്ടാക്കി വീട്ടിൽ പ്രശ്നമുണ്ടാക്കി വെച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ? ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സോന ചോദിച്ചു. അവൾ എന്തു പറഞ്ഞു? അവൾ പറഞ്ഞാൽ അവൻ കേൾക്കുമോ? അല്ലെങ്കിൽ തന്നെ അവൾ പറഞ്ഞിട്ടാണോ അവൻ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്? നീ ആവശ്യമില്ലാതെ അവളെ ഓരോന്ന് പറയാൻ നിൽക്കരുത്. ഡെറിക്ക് ശാസനയോടെ സോനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ആ നിമിഷം റോസ്മിക്ക് അറിഞ്ഞു തുടങ്ങിയിരുന്നു. എന്തോ റോസ്മിയുടെ കരച്ചിൽ ആ നിമിഷം ശ്രേയയിൽ വല്ലാത്തൊരു ലഹരിയാണ് ഉണ്ടാക്കിയത്. ഇതുവരെയും തോന്നാത്തൊരനിഷ്ടം. ഡേവിഡ് അവൾക്ക് വേണ്ടി ഇത്രയുമൊക്കെ കാട്ടിക്കൂട്ടിയെന്ന് പറയുമ്പോൾ അവളോട് തോന്നുന്നുണ്ട് ശ്രേയയ്ക്ക്. ഒരനാഥ പെണ്ണിന് വേണ്ടി അവൻ ഇത്രയും കിടന്ന് കാണിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം എല്ലാവരിലും നിലനിൽക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ആരും അത് പറയുന്നില്ലെങ്കിലും പരോക്ഷമായി എല്ലാവരുടെയും മനസ്സിൽ ആ ചോദ്യമുണ്ട്, അമ്മച്ചിക്കടക്കം. റോസ്മി, നീ അകത്തു പോ. രംഗം മയപ്പെടുത്തുവാൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് എൽസ പറഞ്ഞു. അവൾ അനുസരണയോടെ അകത്തേക്ക് പോയി. താൻ കാരണം ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അവളെ വല്ലാതെ വേദനിപ്പിച്ച് കളഞ്ഞിരുന്നു. ഓരോരുത്തരെയും നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം അമ്മച്ചി, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടോ അവനെയും അവളെയും കുറിച്ച് നാട്ടുകാർ പറയുന്ന കഥ എന്താണെന്ന്? ഞാൻ പറഞ്ഞപ്പോഴായിരുന്നല്ലോ അമ്മച്ചിക്ക് ബുദ്ധിമുട്ട്. ഇനിയും ഇങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. കഥ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ അവനോടുള്ള അവളുടെ കൊഞ്ചലും കുഴലും കാണുമ്പോൾ ബോധമുള്ള ആർക്കും മനസ്സിലാകും, അമ്മച്ചിക്കൊഴിച്ച്. അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിർത്താതെ സോന പറഞ്ഞു. നിന്നോട് നിർത്താനാ സോന പറഞ്ഞത്? ഒരൽപ്പം ദേഷ്യത്തോടെ ഡെറിക്കൊന്ന് ശാസിച്ചതും എല്ലാവരെയും ഒന്ന് നോക്കിയവൾ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി പോയിരുന്നു. ഇനി എന്തെന്നറിയാത്ത ഒരു സ്ഥിതിയാണ് എൽസയിൽ. ഇതിൽ റോസ്മി എന്തു വഴക്ക് പറയാനാണ്? താൻ കണ്ടതാണ് മുറിയിൽ അടച്ചിരുന്ന പെണ്ണിനെ വിളിച്ചുകൊണ്ട് അവൻ പോകുന്നത്. അവൾ ആവശ്യപ്പെട്ടിട്ടല്ല അവൻ ഇതൊന്നും ചെയ്തതെന്ന് തനിക്ക് ബോധ്യമുണ്ട്. പിന്നെ കല്യാണം മുടങ്ങിയതിൻ്റെയും ആലുംമൂട്ടിലെ ചെക്കൻ വന്ന് അനാവശ്യം പറഞ്ഞതിനും താൻ എന്തിനാണ് അവളെ വഴക്ക് പറയുന്നത്? അങ്ങനെ അങ്ങ് വഴക്ക് പറയാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരൊന്നും മിണ്ടിയില്ല. ഇതേ സമയം ഡേവിഡിനെയും കൂട്ടി ജോൺ പോയത് മൂന്നാറിലുള്ള അവരുടെ എസ്റ്റേറ്റിലേക്കായിരുന്നു. വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെയൊക്കെ ജോൺ വന്നിട്ടുള്ളത്. അതിനുശേഷം ഇവിടേക്കാൾ വന്നിട്ടേയില്ല. പിന്നെ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്
ഡേവിഡാണ്. അവന് കൃഷിയോട് കുറച്ച് താല്പര്യമുള്ളത് കൊണ്ട് ഇതൊക്കെ ഭംഗിയായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പലതവണ ഡേവിഡ് വിളിച്ചിട്ട് പോലും അപ്പച്ചൻ എസ്റ്റേറ്റിലേക്ക് വന്നിട്ടില്ല. ഇന്നൊട്ടും പ്രതീക്ഷിക്കാതെ അവിടേക്ക് വണ്ടി പോകുന്നത് കണ്ടപ്പോൾ അയാളെ ഒന്ന് പാളി നോക്കി ഡേവിഡ്. പക്ഷേ യാത്രയിൽ ഉടനീളം ആരുമൊന്നും സംസാരിച്ചില്ല. എസ്റ്റേറ്റിലേക്ക് വണ്ടി കൊണ്ട് നിർത്തിയതും അവൻ്റെ മുഖത്തേക്ക് ഗൗരവത്തോടെ ജോൺ നോക്കി. താക്കോലും നിന്റെ കയ്യിലില്ലേ? ജോൺ ചോദിച്ചു. അവനുണ്ടെന്ന അർത്ഥത്തിൽ തലയാട്ടി. അവൻ സാധാരണ താക്കോൽ വെക്കുന്ന സ്ഥലത്ത് നിന്നും താക്കോൽ എടുത്ത് അയാൾക്ക് കൊടുത്തു. അയാൾ ആ എസ്റ്റേറ്റ് തുറന്നു. അതോടൊപ്പം അയാളുടെ മനസ്സിലേക്ക് മറ്റു ചില ഓർമ്മകളും കടന്നു വന്നു. ഇവിടെ കുടിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജോൺ ചോദിച്ചു. അപ്പച്ചൻ എന്താ വേണ്ടത്? ഇവിടെ എന്താ ഉള്ളത്? എല്ലാം ഉണ്ട്. അവൻ മറ്റെവിടെയോ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആഹാ, അപ്പോൾ നിനക്കിവിടെ വന്ന് കള്ളുകൂടിയാലേ? അവൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ ജോൺ ചോദിക്കുന്നുണ്ട്. വല്ലപ്പോഴും. അവനൊന്ന് തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നിനക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ബ്രാൻഡ് എടുക്ക്. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അയാൾ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കസേരയിലേക്ക് ഇരുന്നു. അയാൾ എന്തോ വലിയ ചിന്തയിലാണെന്ന് തോന്നിയതും അവൻ വേഗം അകത്തേക്ക് പോയി. ഒരു മിനി ബാർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡേവിഡ്. അവിടെ നിന്നും ഒരു സ്കോച്ചിൻ്റെ ബോട്ടിലും എടുത്തുകൊണ്ട് അപ്പച്ചൻ്റെ അടുത്തേക്ക് വന്നു. 2 ഗ്ലാസ്സിലായി 2 പെഗ് ഒഴിച്ചതും അയാൾ തന്നെയാണ് ഒരു പെഗ് എടുത്ത് ഡേവിഡിന് നേരെ നീട്ടിയത്. ഡേവിഡിന് അത് വാങ്ങാൻ ഒരു മടി. അപ്പച്ചൻ്റെ കൂടെ കഴിച്ചിട്ടില്ല. ഡെറിക്കിൻ്റെ കൂടെ പലപ്പോഴും കമ്പനി കൂടിയിട്ടുമുണ്ട്. അപ്പച്ചൻ്റെ ഒപ്പം ഇരുന്ന് ആദ്യമാണ്. അതിൻ്റെ എല്ലാ മടിയും അവൻ്റെ മുഖത്തുണ്ട്. എങ്കിലും അല്പം മടിയോടെ ആണെങ്കിലും അവൻ ആ ഗ്ലാസ് വാങ്ങി. 2 എണ്ണമാണ് എൻ്റെ പതിവ്. നിനക്കെങ്ങനെയാ? അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജോൺ ചോദിച്ചു. ഓ, 2 എണ്ണമൊന്നും എൻ്റെ രോമത്തിലേശില്ല. ഒരു 4-5 എണ്ണമെങ്കിലും വേണം. അവനത് പറഞ്ഞതും കണ്ണുമിഴിച്ച് മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിരുന്നു ആ നിമിഷം ജോണ്. അവൻ അയാൾക്ക് മുഖം കൊടുക്കാതെ മുഖം മാറ്റി. അയാളുടെ ചുണ്ടിൽ ഒരു ചിരി വിരഞ്ഞു. ഡേവിഡേ, റോസ്മി അവളുടെ ജീവിതത്തിൽ നല്ലൊരു ചെറുക്കൻ വേണം. ഞാനത് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അതെൻ്റെ കടമ കൂടിയാണ്. ഇപ്പോൾ വന്നത് നല്ലൊരു ആലോചനയായിരുന്നു. നീ കാരണം അവളുടെ ജീവിതത്തിൽ ഇനിയൊരു പ്രശ്നമുണ്ടാവരുത്, അയാൾ പറഞ്ഞു. അപ്പച്ച, ഞാൻ പറയുന്നത്. അവൻ അയാളോട് എന്തോ പറയാൻ വന്നതും അയാൾ കൈ ഉയർത്തി തടഞ്ഞു. ഞാൻ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞില്ല. പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നീ അവളെ ആത്മാർത്ഥമായിട്ട് ഒരു സഹോദരിയെ പോലെ കണ്ടാണ് സ്നേഹിക്കുന്നത്, എനിക്കറിയാം. പക്ഷേ ചില സമയത്ത് സ്നേഹം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. ഇപ്പോൾ വന്നതുപോലെ ഒരു ആലോചന അവൾക്ക് വരാൻ ഇനിയും സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരാളുടെ കയ്യിലേക്ക് അവളെ പിടിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനൊരു കാരണമുണ്ട്. ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലാത്തൊരു കാരണം. പക്ഷെ നീ അറിയണം. അവൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി അയാൾ. അതിനുശേഷം ഇതുവരെയും അവൻ അറിയാത്ത ഒരു കഥ കൂടി പറഞ്ഞു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.